ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ നല്ല സമയത്തിനായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവ് ഞങ്ങളെ മരുഭൂമി യാത്രയിൽ ഇത്രത്തോളം നടത്തി, ഞങ്ങളെ പരിപാലിച്ചു, ഞങ്ങളെ സൂക്ഷിച്ചു. ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ ഇങ്ങനൊരു പ്രഭാതം ഞങ്ങൾക്ക് നീ ദാനമായി തന്നു. കർത്താവെ, ഈ ദിവസം ഇത്രത്തോളം നടത്തി വന്ന കർത്താവ്, ഞങ്ങളുടെ ആവശ്യങ്ങളുടെ എല്ലാ മുഖത്ത് ഞങ്ങളുടെ കൂടെ ഇരുന്നവൻ, ഞങ്ങളെ ഒറ്റയ്ക്ക് വിടാതെ, തനിച്ച് വിടാതെ, അനാഥകളാകെ വിടാതെ, എല്ലാ സമയത്തിലും ഏത് സിറ്റുവേഷനിലും കർത്താവെ, ആരുമില്ലെന്ന് ഞങ്ങൾ ഓർത്ത് ഭ്രമിച്ചപ്പോഴെല്ലാം, ആരുടെയും സഹായമില്ല, എല്ലാ സഹായങ്ങളും നഷ്ടപ്പെട്ടു പോയി, ഞങ്ങൾ അനാഥകളായി എന്നെല്ലാം ഞങ്ങൾ ചിന്തിച്ചപ്പോൾ, ഞങ്ങളുടെ ജീവിതം അവസാനിക്കാൻ പോകുന്നു, കഴിഞ്ഞു, ഞങ്ങളുടെ ചാപ്റ്റർ ക്ലോസ് ആകുന്നു, അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചപ്പോഴെല്ലാം എൻ്റെ കർത്താവ് ഓടി വന്ന് ഞങ്ങളെ രക്ഷിച്ച്, നിന്റെ കൈപിടിച്ച് ഞങ്ങൾക്ക് ജീവനും ബലനും ദീർഘായുസ്സും തന്ന് ഇത്രത്തോളം ചുമന്ന് കൊണ്ടുവന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനൊരു പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിച്ചതല്ല. നീ ഞങ്ങൾക്ക് തന്ന ദാനമാണ്. ഞങ്ങളെ കർത്താവ് ഈ ഒരു ദിവസം കൊണ്ട് കാണുവാൻ ആയുസ് ഞങ്ങൾക്ക് തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് കേരളത്തിലും ഇന്ത്യയിലുമായി ഇരുന്ന് എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, എല്ലാ മിഷണറീസ് ഫാമിലികൾ, എല്ലാ അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, സഹോദരികൾ, യൗവനക്കാർ, എല്ലാവരും നിന്റെ പാദത്തിൽ ഞാൻ കൊണ്ടുവയ്ക്കുന്ന പച്ച. എല്ലാവരും നീ അനുഗ്രഹിച്ചാട്ട്. അവരവരുടെ വേദനകൾ, അവരവരുടെ കഷ്ടപ്പാടുകൾ, അവരവരുടെ നെടുവീർപ്പുകൾ, കണ്ണുനീര് നീ കാണുന്നുണ്ടല്ലോ. നീ സകലതും അറിയുന്ന ദൈവം. നിനക്ക് അറിയാത്തതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല പച്ച. ഞങ്ങളുടെ തലേന്നൊരു മുടിനാര് താഴെ വീഴണമെങ്കിൽ നീ കൽപ്പിക്കാതെ അത് സംഭവിക്കത്തില്ലെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഉത്തരവാദിത്തമുള്ള ദൈവത്തിന്റെ പാദത്തിൽ ഞങ്ങളെ നിലനിർത്തിയിരിക്കണമായി സ്തോത്രം. ആ ദൈവത്തിന്റെ പാദത്തിൽ കൊണ്ടുവന്ന് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കുവാൻ, കരയുവാൻ, വ്യാകുലപ്പെടുവാൻ ദൈവം അതിനൊരു ഭാഗ്യം നീ തന്നല്ലോ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ രാവിലെ സമയത്ത് എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നിന്റെ തൃപ്പാദത്തിൽ കൊണ്ടുവന്ന് അവരെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ. ഇന്ന് പകൽ അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം എൻ്റെ കർത്താവ് നൽകി കൊടുക്കണം. ആരും വഴിയിൽ ഒന്നിനും മുട്ടുണ്ടാകാൻ ദൈവം സമ്മതിക്കരുത്. ഒരു കുടുംബത്തിലും പട്ടിണിയോ മരണമോ ആപത്തോ വിപത്തോ ഒന്നും വരുവാൻ ദൈവം സമ്മതിക്കരുത്. ഒരു വീട്ടിലും കരച്ചിലും പിഴിച്ചിലും ഉണ്ടാകാൻ ദൈവം സമ്മതിക്കരുത്. ഒരുത്തരും മുറിവേൽക്കുവാൻ, അവനെ തകരുവാൻ, തകർന്ന് വീഴുവാൻ ദൈവം സമ്മതിക്കരുത്. എല്ലാവരെയും കാക്കണം, എല്ലാവരെയും ബലപ്പെടുത്തണം. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് പകൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത്രയും എൻ്റെ കർത്താവ് കൊടുത്ത് ആവശ്യങ്ങളുടെ മുഖത്ത് സ്വർഗത്തിന്റെ കലവറ തുറന്ന് അവരെ അനുഗ്രഹിച്ചാട്ട്, ബലപ്പെടുത്തിക്കാട്ട് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അന്ന് മരുഭൂമിയിൽ ആഹാറിന്റെ കുഞ്ഞിന് വേണ്ടി നീരുറവെ തുറന്നു കൊടുത്ത കർത്താവ് നിന്റെ കുഞ്ഞുങ്ങൾ കുറവുകളെന്ന് തുറന്നു കൊടുക്കണമേ, അത്ഭുതം പ്രവർത്തിക്കണമെന്ന് അപ്പച്ചന്റെ പാദത്തിൽ ഞാൻ കാല് പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കേട്ട് അത്ഭുതം പ്രവർത്തിച്ചാട്ട്. കരങ്ങളെ കഠിനം താഴ്ത്തുന്നു, ബലപ്പെടുത്തിക്കാട്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1210 ദിവസത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തി, ഇനിയും ദൈവം നമ്മളെ നടത്തും. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. റോമർ 8-ന്റെ 26-ാമത്തെ വാക്യം. ക്ഷമിക്കണം, ചിലതെല്ലാം ഓർമ്മക്കുറവുണ്ട്, ക്ഷമിക്കണം. റോമർ 8-ന്റെ 26. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അനേകർ എന്നോട് പറയും, പാസ്റ്ററെ, ഞങ്ങൾക്ക് നിങ്ങളെ പോലൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എങ്ങനെ പ്രാർത്ഥിക്കുന്നത് അറിയത്തില്ല. ചിലപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പം ഈ വായിക്കോട്ട വരും, അല്ലെ ഉറക്കം വരും, അങ്ങ് മറന്നു പോകും, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. തുടർന്ന് പ്രാർത്ഥിക്കണം ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. പല ബലഹീനങ്ങൾ ഞങ്ങളെ പല തടസ്സങ്ങൾ വന്നങ്ങ് മാറ്റുകയാണ്. ചിലർ പറയും, ഞാൻ ഒറ്റയ്ക്കാണ് ക്രിസ്തുവിനെ അറിഞ്ഞു വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, എൻ്റെ ഭവനത്തിൽ ആരും രക്ഷയിലേക്ക് വന്നിട്ടില്ല, ഞാനൊരു സീക്രട്ട് ക്രിസ്ത്യനാണ്, എനിക്ക് വേദപുസ്തകം എടുക്കാനോ വായിക്കാനോ പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല, അങ്ങനെ പറയുന്നവരുണ്ട്. ഇങ്ങനെ പലരും പല രീതിയിൽ. ചിലർ പറയും, ഞങ്ങൾക്ക് ഒത്തിരി പ്രാരാബ്ധമാണ്, ഒത്തിരി കഷ്ടപ്പാടാണ്, ഇത്രയും കാലങ്ങൾ പ്രാർത്ഥിച്ചൊരു മറുപടിയൊന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല, പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്, ഇത്രയും നാൾ പ്രാർത്ഥിച്ച് എന്തോ നമുക്ക് ലഭിച്ചത്, എന്തോ നമുക്ക് ദൈവം നമുക്ക് എന്തോ തന്നു എന്നെല്ലാം പൊച്ചും പേയും പറയുന്നത് ഒത്തിരി പേരെ ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി ദൈവദാസന്മാരും കൂടി ഇപ്പൊ മുന്നേ പോലെ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഉപവസിക്കുന്നവരുണ്ട്, ഉപവസിക്കാൻ പറ്റുന്നില്ല. അവർ പറഞ്ഞ് ഞങ്ങളുടെ ശരീരത്തിൽ ഷുഗറുണ്ട്, പല രോഗങ്ങളുണ്ട്, അൾസറുണ്ട്, ഞങ്ങൾക്ക് പല ക്ഷീണിതരായി, ഞങ്ങൾ ബലഹീനരായി എന്നൊക്കെയാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതെല്ലാം ഇരിക്കട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഒരു ചിലർ വന്ന് നോക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിക്കാൻ അറിയാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കണ്ടമാനം അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. വായിൽ വന്നതെല്ലാം കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞതുപോലെ എല്ലാവരും കേൾക്കുന്ന മാതിരി, ബിൽഡിംഗ് എല്ലാം കുലുങ്ങുന്ന മാതിരി വാരി കോരി അങ്ങ് വിടുകയാണ്. എന്തൊക്കെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല.
ഒരു ചിലർക്ക് പ്രാർത്ഥന എവിടെ തുടങ്ങണം, എവിടെ കൊണ്ട് നിർത്തണം അതറിയത്തില്ല. സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ ചിലരങ്ങ് പ്രാർത്ഥനയിൽ ആരംഭിക്കുകയാണ്, പാട്ടുപാടി പ്രാർത്ഥിച്ച് ആമയും പറഞ്ഞ് ആശീർവാദം കൊണ്ട് അങ്ങ് പറയുകയാണ്. ഇങ്ങനെ നിറയെ പേരുടെ സാക്ഷിയല്ല നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഒരു പ്രയോജനവും നമുക്കില്ല. നാളുകണക്കിന് വർഷങ്ങളാ പ്രാർത്ഥിക്കുന്ന ഒരു പ്രയോജനവും നമുക്കില്ല. പക്ഷേ ഇന്ന് ഈ അതിരാവിലെ സമയത്ത് ദൈവത്തിന്റെ പാദപീഠത്തിൽ വന്നിരിക്കുന്ന നമ്മളോട് കർത്താവ് പറയും, നിങ്ങൾ അതൊന്നുകൊണ്ട് വിഷമിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ കർത്താവിൽ പ്രിയം വെച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ വ്യാപരിച്ചതുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുപ്പ് പ്രാപിച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിലേക്ക് നയിച്ച് ക്രിസ്തുവിൽ ജനിച്ചവരാണെങ്കിൽ, ഒരു നല്ല ക്രിസ്ത്യാനിയാണെങ്കിൽ, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരാളുണ്ട്. ഇവിടെ പറയാണ്, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ഞാൻ ഒത്തിരി രോഗക്കിടക്കയിൽ കിടന്ന ആളാണ്. രോഗക്കിടക്കല്ല, മരണക്കിടക്ക്. ഒത്തിരി മരണങ്ങളെ താണ്ടി വന്നവനാണ്. എനിക്ക് ഈ നാളെ ശനിയാഴ്ച 24-ാം തീയതി 69 വയസ്സ് കഴിഞ്ഞ് 70 വയസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ എൻ്റെ 19ാമത്തെ വയസ്സിന് യേശുവിനെ സ്വീകരിച്ചു. അതിനുശേഷം ഇന്ന് വരയ്ക്കും ഞാൻ അനുഭവിച്ച രോഗങ്ങളും പ്രയാസങ്ങളെല്ലാം മരണത്തിലേക്കാണ് എന്നെ വലിച്ചുകൊണ്ട് പോയത്. അപ്പൊ ആ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ എനിക്ക് ആവശ്യം പ്രാർത്ഥനയാണ്. ഞാൻ ഈ ലോകത്തിന്റെ മരുന്നെടുക്കുന്നില്ല. എനിക്ക് ആവശ്യം ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണ്. സ്വർഗം അംഗീകരിക്കുന്ന പ്രാർത്ഥനയാണ് എനിക്ക് വേണം. കാരണം എല്ലാവരും ഇന്ന് ലോകത്തിൽ മരുന്നെടുക്കുന്നവരാണ്. മാക്സിമം 99% പേര് മരുന്നെടുക്കുന്നവരാണ്. അപ്പൊ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി നിന്ന് മരുന്നെടുക്കാത്തൊരു വ്യക്തി പ്രാർത്ഥിക്കാൻ ഈ ലോകത്തിൽ നിന്ന് അനേകമായി ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒത്തിരി ബാധ്യത എൻ്റെ ശരീരത്തിന് അനുഭവിക്കേണ്ട ആവശ്യങ്ങളുണ്ട്. എനിക്കും ആ സമയത്ത് പ്രാർത്ഥിക്കാനുള്ള ശക്തിയില്ല, തൊണ്ടയ്ക്ക് ബലനില്ല, ശരീരത്തിന് ബലനില്ല. നാൾക്കൾ കണക്കിന് വെള്ളം ഇറങ്ങാതെ ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അതേ സമയത്ത് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കാൻ കാരണം ഈ 69 വയസ്സ് കഴിഞ്ഞ് നാളെ അങ്ങോട്ട് ശനിയാഴ്ച രാവിലെ 12 വെളുപ്പിനും കാലത്തെ കൊണ്ട് ഒരു പുതിയ വർഷത്തിൽ കാലെടുത്ത് വെക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു ഭാഗ്യം തരാൻ കാരണം ഈ വാക്യം ഞാൻ വിശ്വസിക്കുന്നു. എന്തെന്ന് ചോദിച്ചാൽ, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ഈ ബലഹീനത വന്നപ്പോൾ അപ്പനോ അമ്മയോ പാസ്റ്റർമാരോ സഹോദരങ്ങളോ ഭാര്യയോ കുഞ്ഞുങ്ങളോ ആരും നമുക്ക് തുണയായിട്ടില്ല. എല്ലാവരും നമ്മളങ്ങ് വെറുക്കും, എല്ലാവരും നമ്മളെ കൈവിടും, ഉപേക്ഷിക്കും. ഇനി എത്ര നാൾ ഇവർക്ക് വേണ്ടി ഉറക്കളയ്ക്കുന്നു, എത്ര നാൾ ഇവർക്ക് വേണ്ടി കഷ്ടപ്പെടും, എത്ര നാൾ ആ തീട്ടോ മൂത്രം എടുക്കുന്നു പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പിച്ചും പേയും പറയാൻ തുടങ്ങും. എല്ലാവർക്കും നമ്മൾ ഭാരമാ മാറും. എല്ലാവരും അങ്ങ് ചത്തുപോയാൽ മതിയെന്ന് അങ്ങോട്ട് പറയാൻ തുടങ്ങും. എങ്കിലും പറയാണ്, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. എങ്ങനെ അപ്പച്ചനോട് പ്രാർത്ഥിക്കണം? ഇത്രയും കാലങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു, ഞാൻ എൻ്റെ ജീവനെ ഒടുക്കുന്നു, എന്നെ ഊറ്റിക്കൊടുക്കുന്നു, ഭക്ഷണങ്ങൾ വെറുക്കുന്നു, എൻ്റെ കുടൽ കരിഞ്ഞാലും കുഴപ്പമില്ല, മാംസം ക്ഷയിച്ചാലും കുഴപ്പമില്ല, എങ്ങനെങ്കിലും എൻ്റെ തലമുറയ്ക്കൊരു വിടുതൽ വേണം, കുഞ്ഞുങ്ങൾക്കൊരു വിടുതൽ വേണം, എൻ്റെ ദേശത്തിനൊരു വിടുതൽ വേണം, എൻ്റെ ജീവിതത്തിന് മാറ്റം വേണമെന്ന് പറഞ്ഞ് ഞാൻ കരയുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ എനിക്കൊരു വിടുതൽ ലഭിക്കുന്നില്ലല്ലോ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നില്ലല്ലോ. അമ്മയോട് മക്കൾ ചോദിക്കും, അപ്പനോട് കുഞ്ഞുങ്ങൾ ചോദിക്കും, ഇത്രയും കാലം നിങ്ങൾ എന്തിനാ പ്രാർത്ഥിച്ചത്? നമുക്ക് എന്തുവാ ലഭിച്ചത്? നിങ്ങൾ പ്രാർത്ഥന നിർത്ത്, ദൈവം എന്നൊരാളില്ല. ഇങ്ങനെല്ലാം നമുക്ക് വലിച്ചു പറിച്ചങ്ങോട്ട് നമ്മുടെ മുറിവേൽപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആമേൻ, ദൈവത്തിന്റെ സ്തോത്രം. അപ്പച്ചാ ഇനി എങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഇനി എങ്ങനെ കരയുന്നത്, എങ്ങനെ നിന്നോട് ചോദിക്കുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. ആ സമയത്താണ് ഇവിടെ പറയുന്നത്, അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അഭിഷേകം ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങൾ, അഭിഷേകം പ്രാപിച്ച് ദൈവദാസന്മാർ, ദൈവദാസികൾ, കുഞ്ഞുങ്ങൾ അറിയണം, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ ഒരാളുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ ഭവനത്തിലുണ്ട്, നിങ്ങളുടെ കിടക്കയിലുണ്ട്. അത് എവിടെ, നിങ്ങൾ ജയിലിലാണോ, എവിടെ കിടക്കുന്നത്, തീയിലാണോ, സിംഹത്തിന്റെ കുഴിയിലാണോ, നിങ്ങൾ എവിടെ കിടന്നാലും, വെള്ളത്തിലാണോ, കരയിലാണോ, എവിടെ കിടക്കുന്നത്, തീക്കകത്താണോ, പേടിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുത്തനുണ്ട്. അവിടെ പറയുന്നുണ്ടോ, ദൈവത്തിന് സ്തോത്രം. എത്രമാത്രം ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇനി നിങ്ങൾ കരയരുത് കേട്ടോ, ഇനി നിങ്ങൾ തകർന്നു പോകരുത്, ഇനി നിങ്ങൾ ക്ഷീണിക്കരുത്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തൊരു ദൈവം ജീവിക്കുന്നുണ്ട്. ആ ഒരു പരിശുദ്ധാത്മാവ് എനിക്ക് സഹായിച്ചില്ലെങ്കിൽ ഇന്ന് ഞാൻ മണ്ണിനകത്ത് പോയി എത്രയോ വർഷങ്ങളായി കാണും. ഞാൻ അപ്പൊ നിങ്ങൾക്ക് വേണ്ടി കരയുന്നത് ആരാ? ഞാൻ എന്തിനാ ഇങ്ങനെ കരഞ്ഞ് ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ചോദിച്ചാൽ, എനിക്കൊരു പ്രാർത്ഥനയുടെ സഹായം
ഏർപ്പെട്ടപ്പോൾ, അയ്യോ എനിക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ഞാൻ കരഞ്ഞപ്പോൾ, എനിക്ക് ഉദ്ദേശിക്കുന്ന മാതിരി എനിക്ക് വേണ്ടി ഉപവസിക്കാനോ, എനിക്ക് വേണ്ടി കരയാനോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ എനിക്ക് ആരുമില്ല. എൻ്റെ ഭാര്യ കുഞ്ഞുങ്ങളല്ലാതെ അന്ന് എനിക്ക് ആരുമില്ല. ഇന്ന് എനിക്ക് ലോകക്കാരെല്ലാം ഉണ്ട്, ഇഷ്ടംപോലെ ദൈവദാസന്മാർ, ഇഷ്ടംപോലെ ദൈവമക്കൾ എനിക്ക് വേണ്ടി കരയാനുണ്ട്. അന്ന് എനിക്ക് ആരുമില്ല. ഞാനൊരു അനാഥ, ആരുമില്ലാത്തോൻ. കർത്താവിന് സ്തോത്രം. എവിടോട്ടാ പോയത് എനിക്ക് അറിയത്തില്ല. ഒരു അന്ധൻ, ഒരു പൊട്ടനെ പോലെ നടന്ന കാലങ്ങൾ. ആ സമയത്താണ് ഈ രോഗങ്ങളും പ്രയാസങ്ങളും മരണങ്ങളെല്ലാം എന്നെ പിടിച്ച് എന്നെ കൊല്ലാൻ നോക്കിയത്. എന്തുകൊണ്ട് കർത്താവ് എന്നെ കൊന്നില്ല, എന്തുകൊണ്ട് എന്റെ ജീവൻ എടുത്തില്ല എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ കരയുവാൻ വേണ്ടി അനേകർ ഈ ലോകത്തിലില്ല. നിങ്ങൾക്ക് വേണ്ടി കരയുവാനാണ് കർത്താവ് എനിക്ക് ജീവൻ തന്നിരിക്കുന്നത്. അടുത്ത 70-ാമത്തെ വർഷം എനിക്ക് തരുന്നെങ്കിൽ ഇന്നും ശക്തമായി കരയുവാൻ ദൈവം എനിക്ക് ശക്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്റെ ജീവൻ പോകുന്നിടത്തോളം സമയം വരയ്ക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. ഒരു വേള എന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മുടെ അരികത്തുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ അരികത്തുണ്ട്. വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം. അമ്മച്ചി, നിന്റെ കുഞ്ഞിന് വേണ്ടി, സഹോദരി നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി, മാതാപിതാക്കളെ നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവിടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവദാസന്മാരെ ശ്രദ്ധിക്കുക. നിങ്ങളെ ശുശ്രൂഷയിൽ മാനിക്കുവാൻ, നിങ്ങളെ ശോഭിപ്പിക്കുവാൻ, നിങ്ങളെ എഴുന്നേൽപ്പിച്ച് നിർത്തുവാൻ, നിങ്ങളുടെ രോഗങ്ങൾ മാറ്റുവാൻ, കണ്ണുനീര് മാറ്റുവാൻ, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റുവാൻ, കൈവിടപ്പെട്ട് കിടക്കുന്ന വിധവമാരെ, കുഞ്ഞുങ്ങളില്ലാത്ത അപ്പനമ്മയില്ലാത്ത കുഞ്ഞുങ്ങളെ, എല്ലാവരും തള്ളപ്പെട്ടവരെ, രോഗികളെ, ക്ഷീണിതരെ, മരണക്കിടക്കയിൽ കിടക്കുന്നവരെ, നിങ്ങൾ ആരും വിഷമിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ആത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ കിടക്കയിലുണ്ട്, നിങ്ങളുടെ മുറിക്കകത്തുണ്ട്, നിങ്ങളുടെ കൂട്ടിനുണ്ട്. നിന്നെ കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, നിനക്ക് പ്രാർത്ഥിക്കേണ്ട പ്രകാരം പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥന നീ നിർത്തണ്ട. അറിയുന്ന മാതിരി പ്രാർത്ഥിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, അറിയമണ്ണமாக പ്രാർത്ഥിക്കുക. കർത്താവ് നമുക്ക് അത്ഭുതം പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് കർത്താവിനോട് പറയുന്ന കണ്ട് എത്രമാത്രം വ്യക്തമായി. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് പറയുമ്പോൾ സ്വർഗത്തിലെ അപ്പച്ചൻ ചുമ്മാ ഇരിക്കത്തില്ല. നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലെങ്കിലും ഈ പരിശുദ്ധാത്മാവിന്റെ ഈ പ്രാർത്ഥന ദൈവം തമ്പുരാൻ കേൾക്കും. നമുക്ക് സ്വർഗത്തിൽ നിന്ന് മറുപടി വരും. നമുക്ക് അത്ഭുതം കർത്താവ് പ്രവർത്തിക്കും. നമ്മളെ ഒരു നാളും കർത്താവ് കൈവിടുകയില്ല, ഒരു നാളും കർത്താവ് നമ്മളെ ഉപേക്ഷിക്കുകയില്ല. നിങ്ങളുടെ ഭവനം തകരത്തില്ല, നിങ്ങൾ ക്ഷീണിച്ചു പോകത്തില്ല, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകത്തില്ല, നിന്റെ തലമുറ നശിച്ചു പോകത്തില്ല. നീ ചെയ്യുന്നതെല്ലാം കർത്താവ് അനുഗ്രഹിക്കും. നിങ്ങളുടെ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കും, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും, എല്ലാ രീതിയിലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വിരോധം നിങ്ങൾ സംസാരിക്കരുത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നിങ്ങൾ അലക്ഷ്യമായി തള്ളിക്കളയരുത്. അനേക കള്ള ഉപദേശങ്ങളുണ്ട്, അത് കേട്ട് ആത്മാവിനെ ദുഃഖപ്പെടുത്തരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖപ്പെടുത്തരുത്. ആത്മാവ് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ്, നിനക്ക് വേണ്ടി കരയുന്നവനാണ്, നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ്. വേറെ ആരും ഈ ലോകത്തിൽ അത് നമുക്കില്ല. അപ്പനും അമ്മയെല്ലാം മരിച്ചു കാണും, ആരും നമുക്കില്ല. പണ്ട് കാലത്തിൽ ഒത്തിരി വയസ്സെന്ന അപ്പച്ചന്മാർ അമ്മച്ചിമാർ കരയാനുണ്ടായിരുന്നു. ഇന്നത്തെ അപ്പനമ്മമാർ ആരാ കരയുന്നത്? ഇല്ല. ஆனால் നമുക്കൊരാളുണ്ട്, പരിശുദ്ധാത്മാവ്. അങ്ങേരെ ദുഃഖപ്പെടുത്തരുത്, തള്ളിക്കളയരുത്, ഉപേക്ഷിക്കരുത്, കൈപിടിച്ചിരിക്കുക. നിങ്ങൾക്ക് ദൈവം വഴികൾ തുറക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ നല്ല കർത്താവേ, ഈ നല്ല സമയത്തെ ഓർത്തമച്ച തിരുമനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ 1210 ദിവസം അതിരാവിലെ ഇരുട്ടോട് നിന്റെ പാദത്തിൽ വന്ന് നിന്റെ കുഞ്ഞുങ്ങളോട് ചേർന്ന് അല്പസമയം എന്റെ അപ്പച്ചനെ സ്തുതിക്കുവാൻ, എന്റെ അപ്പച്ചനെ ആരാധിക്കുവാൻ, എന്റെ അപ്പച്ചനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവമേ നിന്റെ പാദത്തെ ഞങ്ങളൊന്ന് കർത്താവെ ഊറ്റിക്കൊടുക്കുവാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം കൂടെ ദൈവം തമ്പുരാൻ തന്നല്ലോ. നിന്റെ കുഞ്ഞുങ്ങൾ കർത്താവെ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും പല രാജ്യങ്ങളിൽ ഇരിക്കുകയാണ്. അവരെല്ലാവരെയും ഓർക്കുവാൻ, അവരെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നല്ലോ. അവിടെ എവിടെങ്ങളിൽ യുദ്ധങ്ങൾ നടക്കുന്നു, 3-ാം പോരുകൾ ആരംഭിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ തയ്യാറാകുന്നു. ഫോറിൻ കണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം തങ്ങളുടെ ജീവൻ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയും ദൈവത്തെ ഫ്രീഡമായി ആരാധിക്കുവാനോ, ദൈവത്തെ സ്തുതിക്കുവാനോ, കർത്താവെ തന്റെ ജോലികൾ, തന്റെ ജീവിതമെല്ലാം തകർന്നൊരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ എവിടെങ്ങളെല്ലാം ഭയങ്കരമായ മാരക രോഗങ്ങൾ, കർത്താവേ സ്തോത്രം, ഞങ്ങളെ നശിപ്പിക്കുന്ന തകർക്കുന്ന അനേക രോഗങ്ങൾ നാടുകളിലെല്ലാം വളർന്നു പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരിടത്ത് ഞങ്ങൾക്ക് സന്തോഷമില്ല, സമാധാനമില്ല. അടുത്ത മിനിറ്റ് എന്ത് സംഭവിക്കും, എന്ത് നടക്കാൻ പോകുന്നു, എല്ലാവരും ഭ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നൊരു പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ അരികിലിരുന്നോണ്ട് ഉറച്ച ശബ്ദമായി ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സ്തോത്രം, ഒരു വിടുതലിന്റെ കരം, ഒരു അത്ഭുതത്തിന്റെ കരം, ഒരു ആശ്വാസത്തിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി നീട്ടപ്പെട്ടിരിക്കുന്ന ഈ സ്തോത്രം. ഈ പ്രാർത്ഥനയ്ക്ക്
പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരുത്തർ പോലും നശിക്കുവാൻ, തകരുവാൻ, ഒരു ഭവനം പോലും ഇടിഞ്ഞു പോകുവാൻ, ഒരു കുഞ്ഞു പോലും തലതെറിച്ചു പോകാൻ അപ്പച്ചാ നീ സമ്മതിക്കരുതേ, സമ്മതിക്കരുതേ, സമ്മതിക്കരുതേ. ഞങ്ങളുടെ പ്രാർത്ഥന ഉപേക്ഷിക്കരുതേ, തള്ളിക്കളയരുതേ. ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ നിന്നും ഞങ്ങൾക്ക് മറുപടി ലഭിക്കണമേ. അത്ഭുതം പ്രവർത്തിക്കണമേ, അതിശയങ്ങൾ ചെയ്യണമേ. കുഞ്ഞുങ്ങൾ ലജ്ജിക്കുവാൻ, നാണിക്കുവാൻ, തലകുനിയുവാൻ ദൈവം സമ്മതിക്കരുതേ. ഒരു കുഞ്ഞു പോലും അടുത്തവന്റെ വാതിക്കൽ പോയി നിൽക്കുവാൻ, കൈകെട്ടി നിൽക്കുവാൻ സമ്മതിക്കരുതേ. കടബാധ്യതകളുണ്ട്, പട്ടിണിയുണ്ട്, ദാരിദ്ര്യമുണ്ട്, രോഗങ്ങളുണ്ട്, മരണക്കിടക്കയുണ്ട്. കർത്താവേ, ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ആരെയും കൊണ്ടും കൊടുത്തോ, ആരെയും കൊണ്ട് സഹായിച്ചോ, അതിനൊരു നിവർത്തി ചെയ്യുവാൻ ആരെയും കൊണ്ട് കഴിയാത്ത സ്ഥിതിയിൽ നിന്റെ കുഞ്ഞുങ്ങൾ കടക്കുന്നുണ്ട് അപ്പച്ചാ. അവിടെ നിന്ന് തൂക്കിയെടുക്കണമെങ്കിൽ, അവിടെ നിന്ന് വിടിവിക്കണമെങ്കിൽ നീ മനസ്സലിഞ്ഞെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ അപ്പച്ചാ. വിവാഹപ്രായം കഴിഞ്ഞ ആൺകുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ നിൽക്കുന്നു, മല പോലെ വളർന്നു നിൽക്കുന്നു. മാതാപിതാക്കൾക്ക് ഉറക്കമില്ല. കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയുവാൻ മാതാപിതാക്കളിൽ ഉത്തരമില്ല. ഉത്തരം മുട്ടി നിൽക്കുന്നവരുണ്ട് പക്ഷേ. കടക്കാരൻ വന്ന് വാതിക്ക് നിൽക്കുന്നു, അവരോട് മറുപടി പറയാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കർത്താവേ, കുഞ്ഞുങ്ങൾക്ക് ആവശ്യം പോലെ കൊടുത്ത് ആഹാരങ്ങളോ വസ്ത്രങ്ങളോ കൊടുത്ത് അവരെ പരിപാലിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞിന് ജോലിക്കായിക്കാനുള്ള പൈസ ഇല്ല, വിവാഹം നടത്തിവിടാനുള്ള പൈസ ഇല്ല, ഒരു ഭവനം പണിയാൻ പറ്റുന്നില്ല. പല രീതിയിൽ കർത്താവ് എല്ലാം പൊളിഞ്ഞ് തകർന്നു കിടക്കുന്ന ഇടത്തോട്ട് ദൈവമേ നിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ കൊണ്ടുവരികയാണ്. ഇന്ന് ഈ വാക്യം അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയെ, ആമേൻ, ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ദൈവമേ, കുഞ്ഞുങ്ങളെ, അപ്പച്ച, അമ്മച്ചി, സഹോദര സഹോദരി, ദൈവദാസന്മാരെ, നിങ്ങൾക്ക് തുണയില്ലെന്ന് പറഞ്ഞ് കരയാതെ നമുക്കൊരാൾ തുണയുണ്ട്. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ആത്മാവ് ഒരാൾ നമുക്ക് തുണയുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിശ്ചയമായി നിങ്ങൾ പതറരുതേ, നിങ്ങൾ കലങ്ങരുതേ, നിങ്ങൾ കരയരുതേ, നിങ്ങൾ മുറിഞ്ഞു വീഴരുതേ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കരയുന്നുണ്ട്. ദൈവം നിങ്ങളെ മറക്കയില്ല, ദൈവം നിങ്ങളെ ഉപേക്ഷിക്കയില്ല, ദൈവം നിങ്ങളെ കൈവിടുകയില്ല. ഒരു നാളും ദൈവം നിങ്ങളെ മറക്കയില്ല. എന്റെ ദൈവം നിങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിക്കും, നിശ്ചയമായി ചെയ്യും. വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ഇനി എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഒരു മറുപടി ലഭിച്ചിട്ടില്ല. ഇനി എങ്ങനെ പ്രാർത്ഥിക്കുന്നത് അറിയുന്നില്ലല്ലോ. അതും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാതെ ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയും പേടിക്കരുതേ, ഇനിയും പതറരുതേ, ഇനിയും തളർന്ന് വീഴരുതേ, ഇനിയും മടിച്ചു പോകരുതേ. അപ്പച്ചനെ പിടിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ആത്മാവിന്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കുക, ആത്മാവിന്റെ ശക്തിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആത്മാവില്ലാത്തവൻ എന്നോടവൻ അല്ല ദൈവം പറഞ്ഞിരിക്കുകയാണ്. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടാത്തവർ സ്നാനപ്പെടുക, കർത്താവിന്റെ കുഞ്ഞുങ്ങളായി ജനിക്കാത്തവർ ജനിക്കുക, ആത്മാവിന്റെ നിറവിലേക്ക് വരാത്തവർ നിറവിലേക്ക് വരിക. നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പുതുപ്പിക്കുക. നഷ്ടപ്പെട്ട അഭിഷേകങ്ങൾ, കൃപകൾ, വരങ്ങൾ എല്ലാം ദൈവത്തോട് ചോദിച്ച് മേടിക്കുക. ശക്തി പ്രാപിക്കുക, തീക്കനലായി മാറുക. ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കർത്താവിനോട് സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആത്മാവിന്റെ നിറവിൽ സന്തോഷിക്കുവാനും ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നിങ്ങളുടെ ആയുസ്സുകളെ കർത്താവ് ഒന്ന് വളർത്തി തരട്ടെ. നിങ്ങൾ തകരരുത്, നശിക്കരുത്, നിങ്ങൾക്കുള്ളതൊന്നും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന, എന്റെ യാചന. നിശ്ചയമായി ഞാൻ വിശ്വസിക്കുന്നു, എന്റെ പ്രാർത്ഥന എന്റെ ദൈവം തള്ളിക്കളയത്തില്ല. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന തള്ളിക്കൾ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, എന്റെ സഭയ്ക്ക് വേണ്ടി, എന്റെ വിശ്വാസികൾക്ക് വേണ്ടി അല്ല ഞാൻ കരയുന്നത്, നിങ്ങൾക്ക് വേണ്ടി കരയാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയെ കരയുമ്പോൾ എന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് കൈവിടത്തില്ല, എന്റെ ഭവനത്തെ കർത്താവ് കൈവിടത്തില്ല, സഭയെ കർത്താവ് കൈവിടത്തില്ല, എന്നെ കർത്താവ് കൈവിടത്തില്ല. നിങ്ങൾക്ക് വേണ്ടി കരയാൻ എനിക്ക് സമയം കിട്ടുന്നില്ല, സമയം എനിക്ക് പോരാ. ദൈവത്തിന് സ്തോത്രം. എത്ര കരഞ്ഞാലും എത്ര സ്തുതിച്ചാലും എനിക്ക് പറ്റുന്നില്ല സമയം. നിങ്ങൾക്ക് വേണ്ടിയാണ് പിടിച്ചു നിർത്തുന്നത്. തുടർന്ന് പ്രാർത്ഥിക്കുക, ഞങ്ങളെ ഓർക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ നിശ്ചയമായി കർത്താവിന് ഞങ്ങൾക്ക് ഈ ബർത്ത്ഡേ കൊണ്ടാട്ടങ്ങളോ ആഘോഷങ്ങളോ ഒന്നുമില്ല. കർത്താവ് ചെയ്ത നന്മകൾ ഞാൻ നന്ദി പറഞ്ഞേ ഒക്കത്തുള്ളൂ. എത്രയോ മരണക്കുഴിയിൽ നിന്ന് വന്നവരാ ഞാൻ. മരിച്ച് എഴുന്നേറ്റ് വന്നവൻ ഞാൻ നന്ദി പറഞ്ഞേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ പുതിയ വർഷം എനിക്ക് അനുഗ്രഹമായി മാറണം. ഞാൻ ഇതുവരെയ്ക്കും ചെയ്ത ശുശ്രൂഷയെക്കാട്ടിലും ശക്തമായി ഞാൻ ചെയ്യണം. അടുത്ത മാസം 11-ാം തീയതിക്ക് ഇവിടുന്ന് യാത്ര ചെയ്താൽ 1-ാം തീയതി തിരിച്ചു വരത്തുള്ളൂ. തുടർന്ന് കൺവെൻഷനാണ്. സ്റ്റേജിൽ കയറണം, പ്രസംഗിക്കണം, 100 കണക്കിന് മക്കൾക്ക് സ്നാനം കൊടുക്കണം, അനേകരെ വിടുതലേക്ക് കൊണ്ടുവരണം, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതണം. അതിനുവേണ്ടി കർത്താവിന്റെ ശക്തിയും ബലനും എനിക്ക് വേണം. ദൈവം തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവരുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. കർത്താവ് ഒരു നാളും നമ്മളെ മറക്കയില്ല, കർത്താവ് നമ്മളെ കൈവിടുകയില്ല. ദൈവം കൂടെ നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. ദൈവം ഞാൻ അനുഗ്രഹിച്ചാട്ട് ബലപ്പെടുത്തിക്കാട്ട്. സകല മഹത്വം ദൈവത്തിന് മാത്രം. നിന്റെ സഹോദരങ്ങളെ താഴ്ത്തുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നിശ്ചയമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലസ് യു.